കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കില്ലെന്ന് ഉറപ്പിച്ച രാഹുൽ ഗാന്ധി. പ്രവർത്തക സമിതി ഉടൻ വിളിച്ചു ചേർത്ത് അധ്യക്ഷനെ തെരഞ്ഞെടുക്കണമെന്നും രാഹുൽ. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു ദില്ലിയിൽ നിന്നും. വിഷ്ണു, അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇല്ലെന്ന് ആവർത്തിച്ച് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. പുതിയ ആളെ എത്രയും വേഗം കണ്ടെത്തണമെന്നും രാഹുൽ നിർദ്ദേശിച്ചിരിക്കുന്നു. എന്താണ് രാഹുൽ തന്റെ നിലപാട് അറിയിച്ചിരിക്കുന്നത്? ഏത് രീതിയിലാണ്? പ്രിയ, ഇന്ന് പാർലമെന്റിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കഴിഞ്ഞ മെയ് 25-ന് ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിൽ താൻ രാജിക്കത്ത് നൽകിയതാണ്. നിലവിൽ താനിപ്പോൾ പാർട്ടി അധ്യക്ഷനല്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പുതിയ ഒരു അധ്യക്ഷനെ പാർട്ടി കണ്ടെത്തണം. അതിനി കാലതാമസം വന്നുകൂടാ. അതോടൊപ്പം തന്നെ പ്രവർത്തക സമിതി എത്രയും പെട്ടെന്ന് ചേർന്നുകൊണ്ട് വേണം ഇത്തരത്തിൽ പുതിയൊരു അധ്യക്ഷനെ തെരഞ്ഞെടുക്കേണ്ടതെന്നും രാഹുൽ ഗാന്ധി ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കുകയുണ്ടായി. കഴിഞ്ഞ മെയ് 25-ന് രാഹുൽ ഗാന്ധി തന്റെ രാജ്യസഭ അറിയിച്ചിരുന്നെങ്കിലും അതിനുശേഷം പല മുതിർന്ന നേതാക്കളെല്ലാം തന്നെ രാഹുൽ ഗാന്ധി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു. അതിനിടയിൽ രാഹുൽ ഗാന്ധി അനുനയിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമെന്നോണം നിരവധി നേതാക്കന്മാർ ഇതിനോടകം തന്നെ രാജിക്കത്ത് സമർപ്പിച്ചിട്ടുണ്ട്. പല പാർട്ടി സെക്രട്ടറിമാരും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിമാരും വിവിധ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള സെക്രട്ടറിമാരടക്കം 200-ൽ പരം നേതാക്കളാണ് ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധിയെ അനുനയിപ്പിക്കുന്നതിന് ഒരു സമ്മർദ്ദ തന്ത്രമെന്നോണം രാജിവെച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതായത് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ഈ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയാണ്. പ്രത്യേകിച്ച് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെയും മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിനെയുമാണ് രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ വിമർശിച്ചത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് രാജസ്ഥാനിൽ കോൺഗ്രസിന് ഇത്തവണ ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലും കോൺഗ്രസ് വളരെ വലിയൊരു പരാജയം നേരിട്ടു. എന്നാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സർക്കാരുകളാണ് അധികാരത്തിലിരിക്കുന്നത്. കോൺഗ്രസിന് അനുകൂലമായുള്ള നിരവധി ഘടകങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവർക്ക് ആ ഒരു സാഹചര്യം വിലയിരുത്താനോ അതിനെ ഒരു വോട്ടാക്കി മാറ്റാനോ കഴിയാത്ത തരത്തിൽ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് മാത്രം ചുരുങ്ങിയതാണ് കോൺഗ്രസ് ഇത്ര വലിയൊരു തോൽവി നേരിടാൻ കാരണമെന്ന ശക്തമായ ഒരു വിമർശനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ടതും രാജിവെക്കരുത് എന്ന ഒരു ആവശ്യം ഉന്നയിച്ചതും. എന്നാൽ ഈ ഒരു മുഖ്യമന്ത്രിമാരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് തന്റെ നിലപാട് വ്യക്തമാക്കി ഇത്തരത്തിലൊരു പരസ്യ പ്രസ്താവന രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. അതായത് താനിനി കോൺഗ്രസ് അധ്യക്ഷനല്ല, നിലവിൽ താൻ കോൺഗ്രസ് അധ്യക്ഷനല്ലെന്നും എത്രയും പെട്ടെന്ന് പ്രവർത്തക സമിതി ചേർന്നുകൊണ്ട് പുതിയ ഒരു അധ്യക്ഷനെ കണ്ടെത്തണമെന്നുമാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രിയ, വിഷ്ണു, ഈ പ്രവർത്തക സമിതിയുടെ കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണല്ലോ. ഇപ്പോൾ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിരിക്കുന്നു എത്രയും വേഗം പ്രവർത്തക സമിതി വിളിച്ച് പുതിയ അധ്യക്ഷന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുക എന്ന്. ഈ അനിശ്ചിതത്വം നീളുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് കാണേണ്ടത്? പ്രിയ, രാഹുൽ ഗാന്ധിയെ അനുനയിപ്പിക്കാൻ വേണ്ടി മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രവർത്തക സമിതി ചേരുന്ന കാര്യം നീണ്ടുപോയത്. എന്നാൽ ഇപ്പോൾ മുതിർന്ന നേതാക്കൾക്കെതിരെ തന്നെ പാർട്ടി പ്രവർത്തകർ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം മുതിർന്ന നേതാക്കൾ അവരുടെ ഈ പാർട്ടി പദവികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചില നേതാക്കളുണ്ട്. ഇവരെല്ലാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും രാഹുൽ ഗാന്ധിക്ക് ഒരു പുനഃസംഘടന നടത്താൻ വേണ്ട പൂർണ്ണ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും നൽകണമെന്നും ആവശ്യപ്പെട്ട് ഇതിനോടകം തന്നെ പാർട്ടി പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ആഴ്ച തന്നെ പ്രവർത്തക സമിതി ചേർന്നേക്കുമെന്നായിരുന്നു ആദ്യം ലഭിച്ചിരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ ആഴ്ച പ്രവർത്തക സമിതി ചേരില്ല. അതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വെള്ളിയാഴ്ചയോടെ വിദേശത്തേക്ക് പോകും. ഇത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഇവർ വിദേശത്തേക്ക് പോകുന്നത്. ഇനി ഈ വെള്ളിയാഴ്ച പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബുധനാഴ്ച മാത്രമാണ് ഇവർ തിരിച്ചെത്തുക. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച പ്രവർത്തക സമിതി ചേർന്നേക്കില്ല. ബുധനാഴ്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും പ്രവർത്തക സമിതി ചേർന്നേക്കുക എന്ന ഒരു റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രവർത്തക സമിതിയിൽ ഒരുപക്ഷെ പുതിയ രാഹുൽ ഗാന്ധിക്ക് പകരം ആര് എന്ന കാര്യത്തിൽ ഒരു ഏകദേശ ധാരണ ഉണ്ടാകാനാണ് സാധ്യത. ഒരുപക്ഷെ താൽക്കാലികമായി വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിക്കാനുള്ള ഒരു നീക്കവും
ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ പുതിയ ഒരു അധ്യക്ഷനെ കണ്ടെത്തുന്നത് വരെ വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിക്കാനാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നതെങ്കിൽ 2 പേരെയായിരിക്കും തീരുമാനിക്കുക. പ്രധാനമായും സുശീൽ കുമാർ സിൻഡെ, മല്ലികാർജുൻ ഖാർഗെ, ഈ 2 പേരുകളാണ് ഇത്തരത്തിൽ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ പേരിലേക്ക് ഉയർന്നു വരുന്നത്. ഒരുപക്ഷെ KC വേണുഗോപാലിനെ പോലും ഇത്തരത്തിൽ ഒരു വർക്കിംഗ് പ്രസിഡന്റാക്കി നിയമിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇത്തരത്തിൽ താൽക്കാലികമായി വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിച്ചുകൊണ്ട് ഒരു പുതിയൊരു അധ്യക്ഷനെ കണ്ടെത്താൻ കുറച്ചുകൂടി സമയം നീട്ടിക്കിട്ടാനുള്ള ഒരു നീക്കമായിരിക്കും അടുത്ത പ്രവർത്തക സമിതിയിൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതേസമയം ഇപ്പോൾ കോൺഗ്രസ് വളരെ വലിയൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. കാരണം രാഹുൽ ഗാന്ധി തന്നെ രാജിവെച്ച സമയത്ത് സൂചിപ്പിക്കുകയല്ല, വ്യക്തമാക്കിയത് ഇനി പുതിയൊരു അധ്യക്ഷൻ എന്ന് പറയുന്നത് ഗാന്ധി കുടുംബത്തിൽ നിന്ന് വേണ്ട, ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്നുള്ള ഒരാളെ മാത്രം അധ്യക്ഷനായി നിയമിച്ചാൽ മതി എന്ന ഒരു നിലപാടാണ് രാഹുൽ ഗാന്ധി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വല്ലാത്ത ഒരു പ്രതിസന്ധി നേരിടുന്നത്. കാരണം രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ പിന്നെ മറ്റൊരാളെ ആരെ കണ്ടെത്തുമെന്നതാണ് ഇവർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും. പ്രിയങ്ക ഗാന്ധിയുടെ പേര് ഒരുപക്ഷെ ഇത്തരത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്നുള്ള ഒരാളെ മാത്രം ഇത്തരത്തിൽ അധ്യക്ഷനാക്കിയാൽ മതി എന്നൊരു നിലപാട് രാഹുൽ ഗാന്ധി കടുപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ഗാന്ധി കുടുംബത്തിൽ നിന്ന് പുറത്തു നിന്ന് ഒരാളെ ഇത്തരത്തിൽ അധ്യക്ഷനായി തന്നെ പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തന്നെ വലിയൊരു പ്രതിസന്ധി നേരിടുന്നത്. കാരണം ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയെ പോലെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളവരെ പോലെ ഈ കോൺഗ്രസിനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു ആളെ കണ്ടെത്താനുള്ള പ്രയാസം കോൺഗ്രസിനുണ്ട്. അതേസമയം തന്നെ മുതിർന്ന പല നേതാക്കളും ഇതിനോടകം തന്നെ ഇത്തരത്തിൽ അധ്യക്ഷ പദവിക്കായി ചരടുവലികൾ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള ചില സൂചനകളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പ്രധാനമായും രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടാണ് ഇത്തരത്തിൽ പാർട്ടി അധ്യക്ഷ സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ചരടുവലികൾ നടത്തുന്നത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഇത്തരത്തിൽ മല്ലികാർജുൻ ഖാർഗെയുടെ പേരും പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നെങ്കിലും മല്ലികാർജുൻ ഖാർഗെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ പാർട്ടി അധ്യക്ഷനാകാൻ താനില്ല എന്ന ഒരു കാര്യം കൂടി. എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയുടെ പ്രവർത്തക സമിതി ചേരുകയും കോൺഗ്രസ് പുതിയ ഒരു നീക്കം അല്ലെങ്കിൽ ആരാകും ഇനി കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷൻ എന്നുള്ള കാര്യത്തിൽ താൽക്കാലികമായിട്ട് ഒരു സൂചന ലഭിക്കും, ഈ ഒരു പ്രവർത്തക സമിതി ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. പ്രിയ, കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കില്ലെന്ന് ഉറപ്പിച്ച രാഹുൽ ഗാന്ധി പ്രവർത്തക സമിതി ഉടൻ വിളിച്ചു ചേർത്ത് അധ്യക്ഷനെ തിരഞ്ഞെടുക്കണമെന്നും രാഹുൽ പറഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്. ശബരിമല വിഷയത്തിൽ മോദി സർക്കാരിന്റെ ഇരട്ടത്താപ്പ് പുറത്ത്. ശബരിമല ആചാര സംരക്ഷണത്തിന് ഉടൻ നിയമനിർമ്മാണമില്ലെന്ന് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ്. വിഷയം കോടതിയുടെ പരിഗണനയിലെന്നും രവിശങ്കർ പ്രസാദ് ലോക്സഭയിൽ. വിവരങ്ങളുമായി സന്തോഷ് സല്ലിംഗ് ചേരുകയാണ്. സന്തോഷ്, ശബരിമല വിഷയത്തിൽ എന്താണ് നിയമമന്ത്രി പറഞ്ഞിരിക്കുന്നത്? ശശി തരൂരാണ് ചോദ്യമായി ശബരിമല വിഷയം ഉന്നയിച്ചത്. ശബരിമലയിൽ കേന്ദ്രത്തിന് മുമ്പിൽ ഏതെങ്കിലും നിയമനിർമ്മാണം പരിഗണനയിലുണ്ടോ, ഇതിനായി ഭരണഘടന ഭേദഗതി ചെയ്യുമോ എന്നായിരുന്നു ശശി തരൂരിന്റെ ചോദ്യം. പക്ഷേ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് രേഖാമൂലം നൽകിയ മറുപടി ഒറ്റ വരി മാത്രമാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളതുകൊണ്ട് കോടതി അലക്ഷ്യമാണ് വിഷയം എന്നായിരുന്നു നിയമമന്ത്രിയുടെ മറുപടി. നേരത്തെയും സുപ്രീം കോടതി വിധിക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയ പാർട്ടിയാണ് BJP. കേന്ദ്ര സർക്കാർ അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുള്ളതാണ്. എന്നാൽ പാർലമെന്റിൽ എത്തിയപ്പോൾ കോടതി അലക്ഷ്യം ഉയർത്തിക്കൊണ്ട് ഇതിന് മറുപടി നൽകാൻ പോലും നൽകാതെ മാറി നിൽക്കാനാണ് രവിശങ്കർ പ്രസാദ് ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും നിയമനിർമ്മാണം ഉടനില്ല എന്ന് ഇതോടുകൂടി വ്യക്തമായിരിക്കുന്നു. കോടതിക്ക് മുമ്പിൽ ഒരു റിവ്യൂ പെറ്റീഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പുനഃപരിശോധന ഹർജിയിൽ ഒരു തീരുമാനം വരുന്നതുവരെയാണ് കേന്ദ്ര സർക്കാർ കോടതി അലക്ഷ്യമെന്ന് പറഞ്ഞ് നീട്ടിവെക്കാൻ ശ്രമിക്കുന്നത്. നേരത്തെ സ്വകാര്യ ബില്ലായി ശബരിമല വിഷയം ഉയർന്നു വന്നപ്പോഴും സ്വകാര്യ ബില്ല് ഒരു നിയമമാക്കാൻ മാത്രം പ്രാപ്തമുള്ള ബില്ല് അതല്ല എന്നായിരുന്നു BJPയുടെ നിലപാട്. പകരം ഒരു ബില്ല് കൊണ്ടുവരുന്ന കാര്യത്തിൽ പോലും ഒരക്ഷരം പോലും പറഞ്ഞില്ല. ഇപ്പോൾ ചോദ്യോത്തര വേളയിലും അത്തരത്തിലൊരു സൂചന തന്നെയാണ് രവിശങ്കർ പ്രസാദ് നൽകുന്നത്. കോടതി അലക്ഷ്യമാണ്, അതുകൊണ്ട് മറുപടി നൽകുന്നില്ല എന്നാണ്. എന്തായാലും ഉടനൊരു നിയമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. ശരി, വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്. സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത കർഷകരുടെ 2 ലക്ഷം വരെയുള്ള കടങ്ങൾ എഴുതിത്തള്ളാൻ മന്ത്രിസഭായോഗ തീരുമാനം. കടാശ്വാസ കമ്മീഷന്റെ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാകും നടപ്പാക്കുക. വാണിജ്യ ബാങ്കുകൾക്ക് കൂടി തീരുമാനം ബാധകമാക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ വ്യക്തമാക്കി. ആർദ്രം മിഷന്റെ ഭാഗമായി 1000 സ്ഥിര തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു.
കർഷകർക്ക് ഏറെ ആശ്വാസമാകുന്ന തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടത്. സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത കർഷകരുടെ 2 ലക്ഷം രൂപ വരെയുള്ള കടങ്ങൾ എഴുതിത്തള്ളാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. കടാശ്വാസ കമ്മീഷന്റെ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാകും തീരുമാനം നടപ്പാക്കുകയെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള കടങ്ങൾക്കാണ് നേരത്തെ ആശ്വാസം ലഭിച്ചിരുന്നത്. കമേഴ്ഷ്യൽ ബാങ്കുകൾക്കും കൂടി ഇത് ബാധകമാക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനപ്രകാരം പൊതുഭരണ വകുപ്പും കൃഷി വകുപ്പും കൂടി അതിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചുള്ള അന്തിമ ഘട്ടത്തിലേക്ക് വരികയാണ്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ സഹകരണ ബാങ്കുകളുടെയും കമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്നും കർഷകരെടുത്തിരിക്കുന്ന 2 ലക്ഷം രൂപ വരെയുള്ള കടങ്ങൾക്ക് മേൽ കർഷകർക്ക് ആനുകൂല്യം ലഭിക്കുന്നതാണ്. വയനാട്, ഇടുക്കി ജില്ലകളിലെ 2018 ഓഗസ്റ്റ് 31 വരെയുള്ള കടങ്ങൾക്കും മറ്റ് ജില്ലകളിലെ 2014 ഡിസംബർ വരെയുള്ള കടങ്ങൾക്കും തീരുമാനം ബാധകമാണ്. കർഷക വായ്പകളിൽ മേൽ ജപ്തി നടപടികൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ തീരുമാനം. ആർദ്രം മിഷന്റെ ഭാഗമായി 1000 സ്ഥിരം തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. 400 ഡോക്ടർ, 400 സ്റ്റാഫ് നഴ്സ്, 200 ലാബ് ടെക്നീഷ്യന്മാർ എന്നിങ്ങനെയാണ് നിയമിക്കുക. ആർദ്രം മിഷന്റെ 2ാം ഘട്ടത്തിലേക്കായാണ് ഈ നിയമനം. ഇതോടെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആരോഗ്യമേഖലയിൽ ആകെ 5250ഓളം തസ്തികകളാണ് സൃഷ്ടിച്ചത് എന്നുള്ളതും ശ്രദ്ധേയം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. രാജ്കുമാറിന്റെ കസ്റ്റഡി മരണത്തിൽ നെടുങ്കണ്ടം SI അടക്കം 2 പേരെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടാകുമെന്നാണ് സൂചന. രാജ്കുമാറിന്റെ ഇടപാടുകളിൽ പങ്കില്ലെന്നാണ് കൂട്ടുപ്രതി മഞ്ജുവിന്റെ മൊഴി. കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഈ മാസം 10-ന് സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കഴിഞ്ഞ 12-ാം തീയതി നാട്ടുകാരിൽ നിന്ന് രാജ്കുമാറിനെ പിടികൂടിയ SI KA സാബുവിനെയും CPO സജീവ് ആന്റണിയെയുമാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇതിനിടെ ദേഹാസ്വസ്ഥതയെ തുടർന്ന് സാബുവിനെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമെന്നാണ് വിവരം. രാജ്കുമാറിനെ മർദ്ദിച്ചതായി ഇരുവരും സമ്മതിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന് ക്രൈംബ്രാഞ്ച് സംഘം വ്യക്തമാക്കി. അതേസമയം രാജ്കുമാർ മലപ്പുറം സ്വദേശിയായ നാസറുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നതായി തട്ടിപ്പ് കേസിൽ ജാമ്യത്തിലിറങ്ങിയ മഞ്ജു പ്രതികരിച്ചു. പുളിയന്മലയിൽ വെച്ചാണ് പോലീസിന് നിങ്ങളെ കൈമാറിയതെന്ന് നാട്ടുകാർ പറയുന്നു. അപ്പൊ ചില സമയത്ത് രാജ്കുമാറിനെ നാട്ടുകാരെ അടിച്ചിട്ടാണോ പോലീസിന് കൈമാറിയത്? അത് കുട്ടിക്കാലത്തുനിന്ന് പുളിയന്മാരെ വർദ്ധിച്ചു എന്നോ? സ്വാഭാവികമായും അതിനകത്ത് ആൾക്കാർ ലോണിന് വെച്ചിട്ടുള്ളതാണ്, നമ്മുടെ നാട്ടുകാരാണ്. അവര് പൈസ പെട്ടതില്ലെന്ന് കണ്ടു കഴിയുമ്പോഴത്തേന് ആരാണെങ്കിലും പ്രതികരിച്ചു പോകാൻ മാത്രമേ അവർ പോലീസ് മർദ്ദിക്കുന്നത് കണ്ടിരുന്നു. പോലീസ് മർദ്ദിച്ചത് നിങ്ങളുടെ മുന്നിലിട്ടും ഇവരെ 12-ാം തീയതിയും 13-ാം തീയതിയും വരെ മർദ്ദിച്ചിരുന്നു. മുന്നിലിട്ട് കുറച്ച് മണിക്കൂർ കണ്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ മേലത്തെ നിലയിലെല്ലാം സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് നടക്കുന്നതെന്നും 10-ാം തീയതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അന്വേഷണ ചുമതലയുള്ള കോട്ടയം ക്രൈംബ്രാഞ്ച് SP AM സാബു മാത്യു വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ഇടുക്കി. മഹാരാഷ്ട്രയിലെ കനത്ത മഴയിൽ ഡാം തകർന്ന് 9 മരണം, 20 പേരെ കാണാതായി. ചൊവ്വാഴ്ച രാത്രി 10ഓടെയാണ് രത്നഗിരിയിലെ തിവാരെ അണക്കെട്ട് തകർന്നത്. രത്നഗിരി ജില്ലയിലെ 7ഓളം ഗ്രാമങ്ങളിൽ വെള്ളം ഇരച്ചുകയറി. അണക്കെട്ടിന് സമീപം 12 വീടുകൾ ഒലിച്ചുപോയി. അതേസമയം ചൊവ്വാഴ്ച രാവിലെ തന്നെ അണക്കെട്ടിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും വേണ്ട ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയില്ലെന്നും ആക്ഷേപമുണ്ട്. 5 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ മുംബൈയിലും പൂനെയിലുമായി 30-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായി. കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നെടുമ്പാശ്ശേരി വിമാനത്താവളം കേന്ദ്രീകരിച്ച് വൻ വിദേശ നാണയ വിനിമയ തട്ടിപ്പ്. 8 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി എയർ കസ്റ്റംസ് ഇന്റലിജൻസ് കണ്ടെത്തി. വിമാനത്താവളത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും രേഖകളും പിടിച്ചെടുത്തു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ വിദേശ നാണയ വിനിമയം നടത്തുന്ന സ്വകാര്യ സ്ഥാപനമാണ് പരിധി ലംഘിച്ചുകൊണ്ട് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതായി കണ്ടെത്തിയത്. റെസിഡന്റ് ഇന്ത്യക്കാരായ ആളുകൾക്ക് ഒരു പാസ്പോർട്ടിൽ പരമാവധി 25,000 രൂപയുടെ വിദേശ നാണയ വിനിമയമേ നടത്താൻ പാടുള്ളൂ എന്നാണ് നിയമം. എന്നാൽ ഈ പരിധി ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ 2 വർഷത്തിനിടെ സ്ഥാപനം നടത്തിയത് 2000-ലധികം ഇടപാടുകളാണ്. 8 കോടി രൂപയുടെ തട്ടിപ്പ് ഇതുവഴി നടന്നതായും എയർ കസ്റ്റംസ് ഇന്റലിജൻസ് കണ്ടെത്തി. സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകളും വ്യാപക ക്രമക്കേടും കണ്ടെത്തിയിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും എൻഫോഴ്സ്മെന്റിന്റെയും പങ്കാളിത്തത്തോടെ കസ്റ്റംസ് ഇന്റലിജൻസ് അന്വേഷണം ഊർജിതമാക്കും. രാജ്യത്തെ മറ്റ് വിമാനത്താവളങ്ങളിലും സമാനമായ തട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. കൂടാതെ വിമാനത്താവളങ്ങളിൽ പ്രവർത്തിക്കുന്ന മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തും. വിമാനത്താവളങ്ങളിലെ എല്ലാ പരിശോധനകളും കടന്ന് യാത്രക്കാർ വിശ്രമിക്കുന്ന സെക്യൂരിറ്റി ഹോൾഡ് ഏരിയകളിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ വേണ്ട രീതിയിൽ പരിശോധന നടക്കാറില്ല.
അതിനാൽ തട്ടിപ്പിന്റെ വ്യാപ്തിയും വർദ്ധിക്കുമെന്നാണ് എയർ കസ്റ്റംസിന്റെ കണ്ടെത്തൽ. വരും ദിവസങ്ങളിൽ വിദേശ നാണയ വിനിമയം സംബന്ധിച്ച സാമ്പത്തിക നിയന്ത്രണങ്ങൾ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് തീരുമാനം. കൈരളി ന്യൂസ്, കൊച്ചി. നെടുമങ്ങാട്ട് 16-കാരിയുടെ കൊലപാതകത്തിൽ കൂടുതൽ മൊഴി പുറത്ത്. കൊലപാതകത്തിന് കാരണം മകളുടെ പ്രണയത്തെ ചൊല്ലിയുള്ള തർക്കമെന്ന അമ്മയുടെ മൊഴി. കൊലപാതകത്തിന് അമ്മയ്ക്കും കാമുകനുമല്ലാതെ മറ്റാർക്കും പങ്കില്ലെന്ന് നിഗമനത്തിൽ പോലീസ്. റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിലാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. മീരയുടെ പ്രണയബന്ധത്തെ അമ്മ മഞ്ജുഷ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അമ്മയ്ക്ക് ഇങ്ങനെ നടക്കാമെങ്കിൽ താനും ഈ രീതിയിൽ മുന്നോട്ടു പോകുമെന്നും അമ്മയുടെ കാര്യം നോക്കാനും മീര മറുപടി പറഞ്ഞു. തുടർന്ന് നടന്ന സംഘർഷത്തിൽ വീട്ടിലുണ്ടായിരുന്ന അനീഷും ചേർന്ന് മീരയെ ഷാൾ ഉപയോഗിച്ച് കഴുത്തുമുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം ഇവർ മൃതദേഹം ബൈക്കിലിരുത്തി കിണറിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കൊല ചെയ്യാൻ ഉപയോഗിച്ച ഷാൾ ഇവർ തമിഴ്നാട്ടിൽ വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. എന്നാൽ കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നും ഇവർ മാത്രമാണ് കൊല നടത്തിയതെന്നും നെടുമങ്ങാട് ഡിവൈഎസ്പി സ്റ്റുവർട്ട് കില്ലർ പറഞ്ഞു. പെൺകുട്ടി പീഡനത്തിനിരയായോ എന്ന ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം പുറത്തുവന്നാലേ സ്ഥിരീകരിക്കാൻ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികളെ ഇന്ന് കൊലപാതകം നടന്ന വീട്ടിലും മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്തും എത്തിച്ച തെളിവെടുപ്പ് നടത്തും. തുടർന്ന് ഈ മാസം 7-ന് കോടതിയിൽ ഹാജരാക്കും.